നമസ്കാരം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു വീടും ട്രീയും ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഔട്ട്ലൈൻ വരച്ചിട്ട് ലൈറ്റ് ടൂണാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കൊടുക്കുന്നത് ലൈറ്റ് ടൂണാണ്. വീടിൻ്റെ മേലെ എവിടേക്കാണ് ലൈറ്റ് ടൂൺ വരുന്നത് നോക്കിയിട്ട് ആ ലൈറ്റ് ടൂണാണ് നമ്മൾ ആദ്യം കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീടിൻ്റെ മേൽഭാഗത്തും സൈഡിലൊക്കെ ലൈറ്റ് ടൂൺ എവിടെയാണ് വരുന്നത്, വെളിച്ചം അടിക്കുന്ന ഭാഗങ്ങളിലായിട്ട് നമ്മൾ ലൈറ്റ് ടൂൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഹൈലൈറ്റ് വരുന്ന ഭാഗങ്ങൾ നമ്മൾ അതേപോലെ പേപ്പർ വെയിറ്റ് ഒഴിച്ചിട്ടിട്ടാണ് വാട്ടർ കളർ പൊതുവെ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ കൺട്രോൾ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. എവിടേക്കാണ് ലൈറ്റ് ടൂൺ വരുന്നത് എന്ന് നോക്കിയിട്ട് അവിടേക്ക് ഡാർക്ക് ടൂൺ ഒരുപാട് കയറി പോകാതെ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ആദ്യം ഞാൻ മേൽഭാഗം കഴിഞ്ഞു. ഡോറിൻ്റെ പോർഷൻസിൻ്റെ ലൈറ്റ് ടൂൺ വരുന്ന ഭാഗമെല്ലാം ചെയ്തു. ഇനി വാളിൻ്റെ പോർഷൻസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാളിൽ എവിടേക്കാണോ ലൈറ്റ് അടിക്കുന്നത് ആ ഭാഗത്ത് ലൈറ്റായിട്ടുള്ള പോർഷൻ, അതായത് ഏറ്റവും പേപ്പർ വെയിറ്റ് കുറച്ച് വിട്ടിട്ട് ഹൈലൈറ്റിൻ്റെ ഭാഗം പേപ്പർ വെയിറ്റ് വിട്ടിട്ട് ഭാഗമുള്ള ലൈറ്റ് ടൂൺ, മിഡിൽ ടൂൺ അങ്ങനെയാണ് ഞാൻ ചെയ്തു പോകുന്നത്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലൈറ്റ് ടൂൺ, മിഡിൽ ടൂൺ, ഡാർക്ക് ടൂൺ, അങ്ങനെ ഏറ്റവും ലാസ്റ്റാണ് വാട്ടർ കളർ നമ്മൾ ഡാർക്ക് ടൂൺ വെക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഓർഡറിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് വീടിൻ്റെ മേലെ നിന്ന് താഴേക്കുള്ള ആ ഷാഡോസൊക്കെ ജസ്റ്റ് ഇപ്പോൾ തന്നെ ഞാൻ ലൈറ്റ് ടൂൺ ചെയ്യുമ്പോൾ തന്നെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു മിഡിൽ ടൂൺ ഞാനിപ്പോൾ തന്നെ കൊടുത്തിടുന്നു കേട്ടോ. ലൈറ്റ് ടൂണോട് ഉണങ്ങിയ ശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മിഡിൽ ടൂൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ഡീറ്റെയിലിങ്ങൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡാർക്ക് ടൂണിൻ്റെ ഭാഗത്ത് ഡാർക്ക് ടൂണും പിന്നെ മിഡിൽ ടൂണിൻ്റെ ഭാഗത്ത് മിഡിൽ ടൂണും നോക്കി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബാക്കിലുള്ള ബുഷസ് കാര്യങ്ങളെല്ലാം ചെയ്യാം. നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ വീടും ട്രീയും ആണ്. സോ അതിൻ്റെ ബാക്കിലുള്ള ബുഷസ് കാര്യങ്ങൾ ഗ്രൗണ്ടൊക്കെ വളരെ മിനിമലായിട്ട് ചെയ്തിടുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡള്ളായിട്ടുള്ളൊരു കളർ, ഡള്ളായിട്ടുള്ള ഗ്രീനിഷും ഗ്രേയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡള്ളായിട്ടുള്ള കളറും കൊണ്ടാണ് ആദ്യം ഫസ്റ്റായിട്ട് ഞാൻ ബാക്കിലുള്ള ബുഷൊക്കെ ചെയ്തിടുന്നത്. പിന്നെ ഗ്രൗണ്ടും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിടുന്നുള്ളൂ. കാരണം ഇതിലൊക്കെ ഒരുപാട് ഡീറ്റെയിലിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ടുള്ള ആ ഒരു നോട്ടം പോകും. അതിനോടുള്ള ആ വർക്കിൻ്റെ വീടിൻ്റെയും ട്രീയുടെയും എന്താ പറയുക എടുപ്പ് കുറഞ്ഞു വരും. സോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ മിനിമലായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തിടുന്നത്. ശേഷം നമ്മൾ ട്രീ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ട്രീ ഏറ്റവും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട്. എങ്കിലും ഞാൻ വളരെ മിനിമലായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. കുറച്ച് ആദ്യം യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ആ ഒരു ഓർഡറിലാണ് ഇപ്പോൾ നമ്മൾ ട്രീ ചെയ്ത് വരുന്നത്. അപ്പോൾ ഡാർക്ക് ഗ്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലൂ ഒക്കെ ആഡ് ചെയ്യാം. ഗ്രീനിലോട്ട് കുറച്ച് ബ്ലൂ ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് കളർഫുള്ളൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് യെല്ലോ, സെക്കൻഡ് ലെയറായിട്ട് ലൈറ്റ് ടൂണ്, പിന്നെ മിഡിൽ ടൂണ്, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ആ ഒരു ഓർഡറിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ട്രീയുടെ എവിടേക്കാണ് ഏറ്റവും വെളിച്ചം അടിക്കാത്ത ഡാർക്ക് വരുന്ന പോർഷൻസ് ഏറ്റവും ഡീറ്റെയിലിംഗ് ആയിട്ട് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ചെയ്യുന്ന സമയത്ത് ബ്രഷിൻ്റെ ഓരോരോ സ്ട്രോക്സ് ഇതേപോലെ കാണുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ ട്രീയുടെ ലീഫൊക്കെ ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. കുറേ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. വാട്ടർ കളർ ട്രീയെ കുറേ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അതിലൊരു മെത്തേഡാണ് ഇത്, ഓരോ സ്ട്രോക്ക് കാണിച്ച് ചെയ്യുക എന്നുള്ളത്. ശേഷം ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നമ്മുടെ ബുഷസ് കാര്യങ്ങൾ ചെടികളെല്ലാം വളരെ മിനിമലായിട്ട് അധികം ഡീറ്റെയിലൊന്നും കൊടുക്കാതെ ഒരു ഡള്ളായിട്ടുള്ള ഒരു ഗ്രീൻ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെയാണ് ട്രീയുടെ ബ്രാഞ്ച്, ആ സ്റ്റിക്കിൻ്റെ പോർഷൻ ചെയ്യാനുള്ളത്, തടിയുടെ പോർഷൻ ചെയ്യാനുള്ളത്. അത് നമുക്ക് കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുത്ത് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമാണ് അത് കുറച്ച് എടുത്ത് കാണുള്ളൂ. മറ്റുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ട്രീയും വീടും നന്നായിട്ട് എടുത്ത് കാണണം. മെയിൻ ഒബ്ജക്റ്റ് അതാണല്ലോ. സോ അതിൽ ലൈറ്റ് ആൻഡ് ഷാഡോസ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വൺ സൈഡ് ലൈറ്റ് ടൂണൊക്കെ വിട്ടുകൊണ്ട് ബാക്ക് സൈഡ് ഡാർക്ക് ടൂണ് കൊടുത്തിട്ട് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ട്രീ ചെയ്യുന്ന സമയത്തും ലൈറ്റ് ടു ഡാർക്ക് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ലൈറ്റ് ടൂണ് വെച്ചു, മിഡിൽ ടൂണ് വെച്ചു, ഏറ്റവും ബാക്കിലായിട്ട് എൻ്റെ ഷാഡോസ് ആയിട്ടുള്ള ഡാർക്ക് ടൂണ് വെച്ചു. അങ്ങനെയാണ് ഞാൻ ട്രീയും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ട്രീ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ബ്രാഞ്ചസ് കാര്യങ്ങളെല്ലാം പുറത്തോട്ട് പോയി വരയ്ക്കാം. അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ട്രീ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീടിന് കുറച്ചും കൂടി നമ്മൾ ഡാർക്ക് ടൂൺ ഫൈനൽ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഇതിന് ഫൈനൽ ടച്ച് എന്നാണ് പറയുക. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാം ഏറ്റവും ലാസ്റ്റാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. എവിടെയെങ്കിലും ഇനി ഡാർക്ക് ടൂൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീടിൻ്റെ ഷാഡോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചൊരു ഡാർക്ക് ടൂണും കൂടെ കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിൽ നിന്ന് ബാക്ക് ലൈറ്റ് അടിക്കുന്നത് പോലെ ഒരു ഫീൽ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ബാക്ക് ലൈറ്റ്, ഈ ഒരു രണ്ട് ഓപ്ഷൻ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഷാഡോസ് കാര്യങ്ങളെല്ലാം അവിടെ വൺ സൈഡിലായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഷാഡോസ് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ആ ഒരു പോർഷൻ ഒന്ന് അവിടെ ഡെപ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ടൂൺ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ശേഷം ഗ്രൗണ്ടിൽ ചെറിയ ചെറിയ മിനിമൽ ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്. ഗ്രൗണ്ടൊന്നും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്നത് പോലുമില്ല, വീടും ട്രീയും ആണ് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയി കൊടുത്തത്. അപ്പോൾ നമ്മൾ ഏത് പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്തും നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് ഏതാണ്, മെയിൻ അതിൽ നോക്കേണ്ട ശ്രദ്ധിക്കപ്പെടുന്ന ഒബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ സ്കൈ ആണ് ചെയ്യുന്നത്. സ്കൈ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം, ഇങ്ങനെയും ചെയ്തെടുക്കാം, ഒബ്ജക്റ്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. സോ ഏറ്റവും എളുപ്പം മെത്തേഡ് ആദ്യം സ്കൈ ചെയ്തിട്ട് ബാക്കിയുള്ളതും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. രണ്ട് രീതിയിൽ നമുക്ക് സ്കൈ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ആദ്യം മെയിൻ ഒബ്ജക്റ്റ് ചെയ്തിട്ട് പിന്നീടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മെയിൻ ഒബ്ജക്റ്റ് എല്ലാം കറക്റ്റായിട്ട് കവർ ചെയ്യുന്നത് പോലെ അതിലേക്കൊന്നും ആവാതെ കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ആദ്യം സ്കൈ ചെയ്തിട്ട് മെയിൻ ഒബ്ജക്റ്റിന് ചെയ്യാം. ഈ രണ്ട് ഓപ്ഷന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ എക്സ്പെരിമെൻ്റ് ആയിട്ട് എന്താ പറയുക, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഞാൻ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് റൂളല്ലാതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ ചെയ്തെടുക്കാറും പതിവുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. അതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് കറക്റ്റ് റൂൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ആകുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തിരിച്ചൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഈ ഒരു പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇനി നിങ്ങളുടെ ആർട്ട് ലവറായിട്ടുള്ള അവാർഡുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.